ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുലർക്കാലം കൂടി കാണാൻ നിന്ന ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോടൊത്ത് പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്ന വിഷയം പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതിനാധാരമായി ഉൽപ്പത്തി 32ന്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. അതിന്റെ 26, 27, 28 വാക്യങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുന്നു. എന്നെ വിടുക, ഉഷസ്സുതിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചതല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നിന്റെ പേർ എന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്ന് പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിൽ യാക്കോബ് യാബോക്ക് കടവിനരികെ ദൈവമായി മല്ല് പിടിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. ദൈവമായി പ്രാർത്ഥനയിൽ മല്ല് പിടിക്കുകയാണ് യാക്കോബ്. ജീവിതത്തിൽ കടന്നു വന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിന് മുൻപിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന സമയത്ത് അതിനെ തരണം ചെയ്യുവാൻ യാക്കോബ് ഭയപ്പെട്ട് വിറച്ചു നിൽക്കുന്ന സമയത്ത് യാക്കോബ് മല്ല് പിടിച്ചിവിടെ പ്രാർത്ഥിക്കുകയാണ്. ഈ യാക്കോബ് പ്രാർത്ഥിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സർവശക്തിയുള്ള ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ മറുപടിയായി ഒരു നിമിഷ നേരത്തേക്ക് ദൈവത്തെ പിടിച്ചു നിർത്തുവാൻ യാക്കോബിന് കഴിഞ്ഞു. സകലത്തിനെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ യാക്കോബ് പിടിച്ചു നിർത്തിയത് പ്രാർത്ഥനയാലാണ്. പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം നമ്മൾ മുൻപോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ, കൂടെ ആരുമില്ലാതിരിക്കുമ്പോഴും അതിന്റെ നടുവിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മുഴങ്കാലം മടക്കുന്നുവെങ്കിൽ നമുക്കായി നിൽക്കുന്ന അരുമനാഥൻ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. അത്ര നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നില്ല അവൻ. അവൻ ഇത്തിരി സൂത്രക്കാരനാണെന്ന് നമുക്ക് അറിയാം. പക്ഷെ യാക്കോബ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിലെ സമൂലമായ മാറ്റം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നു. യാക്കോബിന്റെ പേര് തന്നെ മാറുവാൻ ഇടയായിത്തീർന്നു. പ്രാർത്ഥന നമ്മുടെ സാഹചര്യങ്ങളെ പോലും മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്നാണ്. ഹിസ്കിയ രാജാവിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. യെശയ്യാവ് 38ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ യെശയ്യാ പ്രവാചകൻ കടന്നു വന്ന് പറയുന്ന ഒരൊറ്റ വാക്കുണ്ട്: നിന്റെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക, നീ മരിക്കാൻ പോവുകയാണ്. ഇത് കേട്ട ഹിസ്കിയ രാജാവ് മറുത്തൊരു വാക്ക് പോലും പറയാതെ മറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ മുഖം ചുമരിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. അയ്യോ യഹോവേ എന്ന് പറഞ്ഞ് ഹിസ്കിയ രാജാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കഴിയും മുമ്പേ തന്നെ ദൈവം യെശയ്യാ പ്രവാചകനോട് പറയുന്ന ഒരു ദൂത് ഇങ്ങനെയാണ്: ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഇവിടെ നമുക്ക് പ്രാർത്ഥനയുടെ മഹത്വം അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എത്രമാത്രം ശക്തിയുള്ളവയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എരിഹോ പട്ടണത്തിലൂടെ കടന്നു പോവുകയാണ് യേശുക്രിസ്തു. അപ്പോൾ ബർത്തലോമായി എന്ന പേരുള്ള ആ കുരുടനായ വ്യക്തി അവിടെ ഇരിപ്പുണ്ട്. യേശുവിന്റെ വരവ് അവൻ അറിഞ്ഞപ്പോൾ അവൻ നിലവിളിക്കാൻ ആരംഭിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവന്റെ നിലവിളി കേട്ട് യേശു അവിടെ നിൽക്കുവാനിടയായി തീർന്നു. എന്നിട്ട് അവനെ നോക്കി സഹതാപത്തോടെ കടന്നു പോവുകയല്ല യേശു ചെയ്തത്. അവന്റെ നിലവിളി കേട്ടപ്പോൾ അവൻ അവിടെ നിന്ന് അവനെ വിളിച്ച് അവന്റെ ആവശ്യം അറിഞ്ഞ് അതിനുത്തരം കൊടുത്ത അവൻ നിലവിളിച്ചതിന് മറുപടി കൊടുത്തിട്ടാണ് യേശു പിന്നീട് ഒരു കാൽച്ചുവട് പോലും വെച്ചത്. അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അവന്റെ നിലവിളിക്ക് അവൻ ഉത്തരം കൊടുത്തിട്ടാണ് യേശുക്രിസ്തു പിന്നീട് യാത്ര ചെയ്തത്. പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം നാം മുമ്പിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മുടെ ഇടയിൽ കടന്നു വന്ന് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരോധമായി ചില കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ, ഒരുപക്ഷെ കൂടെ ഉണ്ടായിരുന്നവർ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോൾ, സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ സങ്കീർത്തനത്തിൽ പറയുന്നു. സങ്കീർത്തനം 3:3 നമുക്ക് വായിക്കാൻ സാധിക്കും: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. നമ്മെ പുലർത്തുന്ന അരുമനാഥൻ നമ്മോട് കൂടെയുണ്ട്. പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രശ്നങ്ങളുടെ മധ്യത്തിലും ആരെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തിയാലും, നമ്മൾ എത്ര കഷ്ടങ്ങളിലൂടെ കടന്നുപോയാലും ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥനയുടെ ശക്തിയെ മനസ്സിലാക്കി എന്നും പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മുന്നോട്ട് പോകാം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.